Hello, sir. Hi. Beautiful costume. Thank you. Hello, Shivam. Yes, sir. Okay. Thank you. Sir, tension പോലെ. Tension? Hey. പിന്നെ ഒരു ബിഗ് ബഡ്ജറ്റ് പടത്തിന്റെ ഡയറക്ടർ അല്ലേ, പല ടെൻഷനുകളുണ്ട്. സാറ് പേടിക്കണ്ട, ഈ പടം 100 ദിവസം ഓടിയിരിക്കും. അതിന് അൻപരിയ കഥ മുഴുവൻ കേൾക്കാതെ 100 ദിവസം ഓടുന്നൊക്കെ പറഞ്ഞല്ലേ. സ്ക്രിപ്റ്റ് ആരെങ്കിലും കേൾക്കുമോ സാർ? ഞാൻ ഇന്നേ വരെ കമ്മിറ്റ് ചെയ്ത ഏതെങ്കിലും പടത്തിന് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണോ ഡേറ്റ് കൊടുക്കുന്ന എല്ലാം കൊടുക്കണം? സാറ് ഈ പണ്ഡിറ്റ് ജി എന്ന് കേട്ടിട്ടുണ്ടോ? മഹാരാജ ആചാര്യ പണ്ഡിറ്റ് ജി കേട്ടിട്ടുണ്ടോ? എവിടെയോ കേട്ടതായിട്ട്. എന്നാ സാർ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അദ്ദേഹം എന്റെ ആത്മീയ ഗുരുവാണ്. ഞാൻ ഏതൊരു ഓഫർ എനിക്ക് വന്നാലും ഞാൻ അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്യും. അപ്പൊ അദ്ദേഹം ഓക്കെ പറഞ്ഞാൽ ഞാൻ ഡേറ്റ് കൊടുക്കും. ആ പടം 100% വിജയിച്ചിരിക്കും. എന്താ സാർ സംശയം? ഞാൻ ഇപ്പൊ വേണമെങ്കിൽ വിളിച്ച് പണ്ഡിറ്റ് ജിയെ ഇവിടെ വരുത്തി തരാം. തീർച്ചയായും സാർ, ഞാൻ വിളിച്ച പണ്ഡിറ്റ് ജി വരാതിരിക്കും. മമ്മിയോട് ചോദിച്ചു നോക്കൂ സാർ. ഞാൻ ഇപ്പൊ വിളിക്കാം. കർത്താവേ, നമ്മുടെ പണം ഹിറ്റാവണം. नमस्ते पंडित जी। जी जय रहो बेटी। ज्योतिष आचार्य ज्योतिष सिंहम महाराज पंडित जी का नमस्कार। अस्सलाम वालेकुम। നമസ്കാരം. पंडित जी सुखी रहो, सुखी रहो. കല്ലുണ്ടോ നോക്കണം. ഭൈരവാനാം സുഹൃതം ചക്ഷുതം മോഹിതം വലയാസ്മിതം സുസ്മിതം ശ്രൂയന്താം. കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? എല്ലാം നന്നായിട്ട് നടക്കുന്നു. പിന്നെ ഞാനാണല്ലോ ഇതിന്റെ ഡയറക്ടർ, അതുകൊണ്ട് പിന്നെ കുഴപ്പങ്ങളൊന്നും പോകുന്നു, എല്ലാം മാനേജ് ചെയ്ത് പോകുന്നു. അങ്ങാണോ ഡയറക്ടർ? ഞാനാണ്. അപ്പൊ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നല്ലോ, അങ്ങോട്ട് വേണ്ടേ? അല്ല, അവിടെ ഞാൻ എന്റെ അസിസ്റ്റന്റിനെ വിട്ടിട്ടുണ്ട്. മൂപ്പർക്ക് ഇവനെക്കാട്ട് നന്നായി പരിപാടി അറിയാം. അങ്ങനെയല്ല, മൂപ്പര് പറഞ്ഞു കൊടുത്താലൊക്കെ ഓണം അവിടെ ചെയ്യുക. പിന്നെ പീറ്റർ ഹേ നല്ല സ്റ്റണ്ട്. എല്ലാം അവിടുത്തെ കൃപ പണ്ഡിറ്റ് ജി. ആൻമേരി പറഞ്ഞതാണ് സത്യം. യഥാർത്ഥത്തിൽ ഈ പുലിമുരുകന് ആദ്യം ഇട്ടിരുന്ന പേരെന്താണെന്ന് അറിയാമോ? കടുവ മുരുകൻ. കടുവ മുരുകൻ അത് കണ്ടില്ലേ? കടുവയുമായിട്ടല്ലേ മോഹൻലാൽ മൽപ്പിടുത്തം നടത്തുന്നത്? ആ കടുവയാണ്. അപ്പോ അവര് ഞാൻ ഗണിച്ചു നോക്കിയപ്പോ കടുവ മുരുകൻ ശരിയാവില്ല. ഞാൻ പറഞ്ഞു കടുവ മുരുകനാണെങ്കിൽ ഇത് 7-ാം ദിവസം തിയേറ്ററിൽ നിന്നും മാറും. അപ്പൊ എന്താ ചെയ്യാ? അല്ല പണ്ഡിറ്റ്ജി, ഞാൻ ചോദിച്ചോട്ടെ, ഈ ഡിക്രൂസ് എന്ന് പറഞ്ഞുള്ള പേര് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും? ഡിക്രൂസ് ജെ ഇല്ല, എ ഇല്ല, എം ഇല്ല. അയ്യോ, അപ്പം ജെയും എയും എമ്മും ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുമല്ലേ? അപ്പം പിന്നെ വല്ല ജാം ഡിക്രൂസ് ഇട്ടാലും. ജാം മധുരമുള്ളതല്ലേ, സക്സസിന് സാധ്യതയുണ്ട്. ജെ എ എം, അതിനെ കുറിച്ച് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. ജെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ്, ജെ എ. ജവഹർലാൽ നെഹ്റു, ജെ എ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ജെ ഉണ്ട്, എ ഉണ്ട്. സ്വാമിന്റെ പേരിൽ ഉണ്ടല്ലോ. മഹാരാജ് പണ്ഡിറ്റ് മഹാരാജ്, എം ഉണ്ട്, എ ഉണ്ട്, ജെ ഉണ്ട്. മൊയ്തീന്റെ എം ഉണ്ട്, എം ഉണ്ട്. ഇനി ജെയും എയും കൂടെ പേര് മാറ്റിത്തരാം. ജെ നേരത്തെ പറഞ്ഞില്ലേ, സെക്കൻഡ് ഹാൻഡ് ചോദിച്ചു, ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അതെ, സ്ഥലപ്പേരോ എന്തെങ്കിലും കൂടെ ചേർത്ത് നമുക്ക് റെഡിയാക്കാം. എന്റെ കാതൽ എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജഗദീഷ്. ജഗദീഷ്, ജഗദീഷ് കറക്റ്റാ. വണ്ടി ഇപ്പോഴാണോ വെറുതെ എടുക്കാൻ പോകണ്ടേ സമയത്ത്? ഏത് സമയത്താ വണ്ടി കൊണ്ടുവരുന്നേ? അല്ല, ഇല്ല, ഇതൊക്കെ ലക്ഷണശാസ്ത്രമാണ്. ഈ സമയത്ത് വാഹനം വന്നത് ഒരു ശുഭലക്ഷണമാണ്. ശുഭലക്ഷണമാണ്. ഈ ഏരിയയിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. വാഹനത്തിന്റെ സാന്നിധ്യം ഈ ഏരിയയിൽ ഒരു പ്രത്യേക ചൈതന്യം ഉണ്ടാക്കുന്നു. ഇവിടെ വെച്ചൊരു സീൻ ഷൂട്ട് ചെയ്യും.